മാസമല്ലോ റമദാനടന്നതോത്ത് ഞങ്ങള് നല്ല കാഴ്ചകൾ കാണും. കുറച്ചേരി ഇരിക്കട്ടെ. ഞങ്ങളിവിടെ നാളെ നാട്ടിൽ അല്ലേ, 3-ാം തീയതി നാട്ടിൽ പോവാണ്. പറയണമെന്നോ കയറി ഇറങ്ങിയിട്ടാ. അത് കയറി തെങ്ങുമ്പോൾ കയറി ഇറങ്ങുമ്പോൾ ഇങ്ങനെ വിടാതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എന്തായാലും ഈ നാട്ടിൽ പോവുകയാണ്. കാരണം ഇവിടെ ഒക്കെ ജനങ്ങൾ ഹോക്കി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. കണ്ടില്ല ഞങ്ങൾ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു മാസം കൂടുമ്പോൾ ഒന്ന് റൗണ്ട് അടിക്കണം. കാരണം എന്തെങ്കിലും ജനങ്ങൾക്ക് വല്ലതും സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടപരിഹാരം ഞാൻ കൊടുക്കണം. ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ സ്ഥലത്ത് കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ ഓരോന്ന് നമ്മളെ കൊണ്ട് എഴുതി ഒപ്പിടിപ്പിച്ചിട്ടുണ്ടാവും എഗ്രിമെൻറ്റിൽ. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും കോൺട്രാക്റ്റ് എടുക്കില്ല. ഗവൺമെൻറ് ഇടപാട് അങ്ങനെയാണ്. ഗവൺമെൻറ്റിൽ ഓരോന്ന് വായിച്ചിട്ട് നമുക്ക് അറിയില്ല. നമ്മൾ വണ്ടി എടുക്കാൻ പോണ പോലെയാണ്. കണ്ടില്ലേ, വണ്ടി എടുക്കാൻ നേരത്തെ ആടി ചെല്ലുമ്പോൾ യെസ് സാർ ഇരുന്നോളൂ, കസാല, എന്താ ചായ, ഇറച്ചി, പത്തിരി, അവരിങ്ങനെ നമ്മളെ സ്വീകരിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്താ സാറേ വേണ്ടത്, നിങ്ങൾക്ക് അടവിനെടുത്തോളേ, നിങ്ങൾ അങ്ങനെ നല്ല രസമാണ് അവർ സംസാരിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നിട്ട് അതിൽ 150 സ്ഥലത്താണ്ട് ഒപ്പിടും. സ്കൂളിൽ പഠിക്കാത്ത എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ടാവും. അവർ സ്വപ്നം കണ്ട് നടക്കുകയാണ് ഈ വാഹനം എടുക്കാൻ വേണ്ടിയിട്ടും അവരുടെ ജീവിതത്തിൽ ചെറിയ പൈസ കൊടുത്തിട്ട്. അപ്പോൾ ഇതൊക്കെ എന്താ സംഭവം എന്നറിയോ? അങ്ങനെ ഓനിക്കോ അറിയില്ല. ഓനങ്ങോട്ട് ഒപ്പിടും കുറേ. അതുകൊണ്ട് വായിച്ചാലോ പിന്നെ ഓന അടവിനെടുക്കുകയും ചെയ്യില്ല. ഓൻ പറഞ്ഞ റെഡി പൈസ ഒക്കെ എടുത്തോളൂ. അതുപോലെ ഇൻഷുറൻസ് കണ്ണി കണ്ടത് ഓരോരുത്തരൊക്കെ ബാങ്ക് ചെല്ലുമ്പോൾ ബാങ്കിലൊക്കെ കാണുമ്പോൾ ചെന്നോക്കാണ് അവർ ഭയങ്കര സ്വീകരണമാണ് നമ്മളെ. അതെന്താണോ അവർ നമ്മളോട് പറയും നിങ്ങളിങ്ങനെ ഞങ്ങളൊരു ലോൺ ഇതുണ്ട്, നിങ്ങൾ അതിലൊന്ന് ചേരണം, നിങ്ങളുടെ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നല്ല റെസ്പെക്റ്റ് തരും നമുക്ക്. എന്ത് രസം തരുമോ, ഭയങ്കര നല്ല നമ്മളൊക്കെ. എന്നാലോ നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിനോട് പോയേക്കാണേ അപ്പോൾ അവർക്ക് നോക്കാനുള്ള നേരമില്ല. എന്താ അവരെ കാര്യത്തിന് അവരെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഭയങ്കര സ്വീകരിക്കും. നമുക്ക് കസാലയും ഇതൊക്കെ ഇട്ട് തരും. ബാങ്കിലും നല്ല എല്ലാവരും ഓഫീസ് ഒരുവിധ സ്ഥലത്തൊക്കെ ചെയ്യണ പരിപാടിയാണ്. അതിലൊക്കെ എൻ്റെ എഴുതി ഒപ്പിട്ടിരുമ്പോഴൊക്കെ നോക്കിക്കൊണ്ടിട്ടാണ് പെട്ടുപോകും. എൻ്റെ ഒരു സ്ഥലത്ത് നിന്നൊക്കെ 7 ലക്ഷം ഉറുപ്പ്യ വന്ന്. ആ കഥകൾ ഞാൻ പറഞ്ഞു തരട്ടാ. എല്ലാവരോടും പറയുന്നുണ്ട്, ഫൈനാൻസ് അടവും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചുകൊണ്ടിട്ടാണ്. അതിൻ്റെ ഒരു സംഭവം ഉണ്ട്, നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തോളി. ഇല്ലാത്തത് ഞാൻ പറയില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ നടന്നു പോയ പല സംഭവങ്ങളുണ്ട്. ഈ ബോംബെയിൽ വന്നിട്ട് അടവിന് വണ്ടി എടുത്തിട്ട് എൻ്റെ ഈ ഗുഡ്സ് വണ്ടി ഉണ്ടല്ലോ, ആ സംഭവം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ജാമ്യമില്ല, വണ്ടി എടുക്കാൻ നേരത്തെ ജാമ്യം വേണ്ടേ. അപ്പോൾ ജാമ്യക്കാർ ഇവിടെ ഈ ഏജൻറ് ഉണ്ടല്ലോ, ഓൻ ചതിച്ചതാണ്. അപ്പോൾ ഏജൻറ്റും ഫൈനാൻസ് ഈ വണ്ടിൻ്റെ ഓണർമാരുണ്ടല്ലോ, അവർ തമ്മിൽ ഒത്തു കളിച്ചതാണ്. നമ്മളെപ്പോലത്തെ പാവങ്ങളെ കൊണ്ടേ ഇടുക. നമ്മൾ ഒരു വണ്ടി എടുക്കാൻ പൈസ ഇല്ലാതെ നമ്മൾ പോയിട്ട് അടവിനെടുക്കുമ്പോൾ അവർ ചെയ്യണ പണി എന്താണെന്നും കൂടി ഇനി ഞാൻ വരും, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കമൻറ്റിൽ എഴുതി കളിച്ച് നാളെ പറഞ്ഞൊന്ന് വിട്ടാന്നാണ് ഞാൻ മറക്കും. എത്ര 7 ലക്ഷമാണോ 6 ലക്ഷമാണോ 11 ലക്ഷം ഉറുപ്പ്യ 9 ലക്ഷം ഉറുപ്പ്യ എൻ്റെ പേരിലുണ്ട് കടലാസ് വന്ന് കിടക്കണം. ഞാൻ ആകെ അന്തം വിട്ട് ചെന്ന് നോക്കുമ്പോൾ ഫൈനാൻസ് ചെന്നൊക്കെ പിന്നെ ആട്ടുക. എന്നോട് പറഞ്ഞ മര്യാദക്ക് ഇജ്ജ് അടക്കണമെന്ന്. എവിടെ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ട്, ഞാൻ എൻ്റെ വണ്ടിക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുത്തതാ. വരാൻ നിന്ന് ഒരുപാടുണ്ട്. എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒപ്പിട്ടിട്ട് അടവ് വളരെ കറക്റ്റായിട്ട് ഞാൻ അതിൻ്റെ ആർച്ച് ബുക്കും കാര്യങ്ങളൊക്കെ തിരിച്ചു മേടിച്ച്. അപ്പോൾ എന്താണ് ഞാൻ അതിനെ പറഞ്ഞു തീർക്കാം. അപ്പം നമുക്ക് ജാമ്യം നിൽക്കാൻ ഒരാളില്ല. അപ്പോൾ വേറെ ഒരുത്തൻ വണ്ടി എടുക്കാൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓനിക്കും ജാമ്യം നിൽക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ വേറൊരുത്തൻ വണ്ടി എടുക്കാം, ഇതും പറയുന്നുണ്ട്, വേറൊരുത്തൻ വണ്ടി എടുക്കാൻ വന്നിട്ടുണ്ടാവും. ഓനിക്കും ഒപ്പിടുന്നുണ്ട്. അപ്പോൾ ഇവരെ ഏജൻറ്റുമാർക്ക് എന്താ, ഇവർക്ക് പൈസ കൊണ്ട് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ഷോറൂമിൻ്റെ ആൾക്കാർക്ക് എന്താ, ഇവർക്ക് ഒരു വണ്ടി എങ്ങനെ മറ്റവൻ്റെ പരിപാടിക്ക് ഇട്ട് കൊടുത്തിട്ട് ഓനിക്കും കായ് കിട്ടണം. മറ്റുള്ളവർ ചത്താലും വേണ്ടില്ല, എന്ത് പണ്ടാറായിക്കോട്ടെ, അതൊന്നും അറിയണ്ട. എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, എൻ്റെ മക്കൾ, വേറെ ഒന്നും ഞാൻ ചിന്തിക്കണില്ല. അപ്പം എൻ്റെ മക്കൾ ഞങ്ങൾക്ക് മറ്റുള്ളവർ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള ചിന്ത ഉണ്ടല്ലോ, അതൊക്കെ അടച്ചോൻ്റെ അടുത്താണ് ചെല്ലണം. നിങ്ങൾ ഒരൊറ്റൊന്നും സ്വർഗം കാണാൻ നിൽക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരാളെ വേദനിപ്പിക്കരുത് പോയിട്ട്. നിങ്ങളെ ഒരു മനുഷ്യൻ ഞാൻ ഏതായാലും ചതിച്ചിട്ടില്ല. അപ്പം ഞാൻ നല്ലൊരാളത്തേക്ക് ചെല്ലുമ്പോൾ ആ കയറി ചെല്ലണ ആ ഓഫീസിൽ ഇരിക്കുന്ന ആളുണ്ടല്ലോ, അയാളും ആ മനുഷ്യന്മാരെ മനസ്സിലാക്കി ജീവിക്കണം. ഹൃദയങ്ങളെ നിങ്ങൾക്ക് അറിയില്ല. ഹൃദയങ്ങളെ ആരാന്ന് ഈ ഹൃദയത്തിലേക്ക് ഓരോ സാധനങ്ങൾ കടന്നു വരുന്നുണ്ട്, ആരും അറിയണില്ല. ഒക്കെ ഞാൻ പറയാൻ നിൽക്കി ഈ തെങ്ങ് കയറുമ്പോൾ സമനില തെറ്റുമ്പോൾ പറയണതാണ്. അപ്പോൾ എന്താ പറയാൻ നിന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ആളില്ല, ജാമ്യം നിൽക്കാൻ ആളില്ല. അപ്പോൾ അവർ പറഞ്ഞെന്താരും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഒക്കെ ഞങ്ങൾ ശരിയായി കളിച്ചു ഒന്നും അറിയണ്ടെന്ന്. അവസാനം വേറൊരുത്തം എടുക്കാൻ വന്നപ്പോൾ ഓനക്ക് ഞാൻ ഒപ്പിട്ട് കൊടുത്തിക്കണേ. ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഓനെ കൊണ്ട് ഒപ്പിടിക്കും. ഓനോട് പറഞ്ഞെന്താ അറിയോ, ഇതിൽ ഒപ്പിട്ടാൽ മതി എന്ന്.
അവസാനം മറ്റും അടച്ചില്ല. അപ്പോൾ എൻ്റെ പേരിൽക്കണ്ട് കേസ് വന്ന് കിടക്കണേ. എന്നിട്ട് ഞാൻ അന്തേരി പോയി. അവസാനം എന്തായാണോ ഞാനടി തിരിഞ്ഞു നോക്കിയില്ല. കാരണം ഞാൻ ചെറ്റത്രം ചെയ്തില്ല. ഞാൻ വണ്ടി അടവൊക്കെ അടിച്ചാൽ പെട്ടുപോകും. ഓരോരുത്തരും നല്ല ശ്രദ്ധിച്ചുകൊണ്ടിട്ടാ. നമ്മളെ നേരാക്കാൻ വേണ്ടിയിട്ടൊന്നും ഭൂമിയിൽ ഒരാളും ഇവിടെ ഇറങ്ങി വന്നിട്ടില്ല. നമ്മളെ ചതിക്കണം, നമ്മളെ പറ്റിക്കണം എന്നുള്ള ഒരുപാട് ക്ലാസ് എടുത്തിട്ട് നല്ല രസത്തിൽ അതിൽ പോയി പെടാൻ നിൽക്കണ്ട. ഓരോരുത്തരെ നമ്മൾ നല്ല രസത്തിൽ ക്ലാസ് എടുത്തരും. അങ്ങനെ കേട്ടാൽ നമ്മൾ ഇരിക്കുന്നോട് തന്നെ നമ്മൾ കോടീശ്വരനായ പോലെ ഉണ്ടാവും. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. നമ്മളെ നേരാക്കാൻ വന്നതല്ല ഞാൻ പ്രത്യേകിച്ചും പറഞ്ഞിട്ട് പോയി ഓരോ മനുഷ്യനും പോയി പെടരുത്. കാരണം നമ്മളൊക്കെ ചോര നീരായിട്ട് അധ്വാനിക്കണം. നമ്മളെ അധ്വാനം മറ്റുള്ളവർക്ക് അറിയില്ല. അവർ ജീൻസും പാൻറ്റ് ഇട്ടിട്ട് നമ്മളെ പൈസ വാങ്ങി നടക്കുന്നവരുണ്ട്. എല്ലാവരും പറഞ്ഞില്ല, ചില ആൾക്കാർ. അതൊക്കെ നല്ല ശ്രദ്ധിച്ചോണ്ട് ഇതൊക്കെ അധ്വാനിച്ചിട്ട് കൂടെ നമ്മളൊരാളെ പറ്റിക്കില്ല. പക്ഷെ നമ്മളെ പറ്റിക്കാനായിട്ട് ഈ ഭൂമിയിൽ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇവരൊന്നും അവിടെ പോയിട്ട് സ്വർഗം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ സ്വർഗം കാണുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ പറ്റിച്ചവരടുത്ത് പടച്ചവൻ്റെ മുന്നിൽ ഈ പറഞ്ഞ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അവർ പറഞ്ഞു ഓനക്ക് സ്വർഗം കൊടുത്താളെ എന്നാൽ രക്ഷപ്പെട്ട്. അവർ പറയണം ഓനക്ക് എന്താ ചെയ്താൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കണില്ല എന്നൊക്കെ കഴിഞ്ഞ്. ഈ 50 കൊല്ലം ഇവിടെ ജീവിച്ചാൽ കോടികൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി നിൽക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ട് ചിന്തിച്ചാൽ മതി. ചിന്ത മനുഷ്യർക്ക് റബ്ബ് കൊടുത്തതാണ്. നല്ലൊരു ചിന്തിച്ചോളി, വേണ്ടാത്തിൽ പോയി പെടണ്ടാന്ന്. ഇവിടെ ഈ ഭൂമി ആകാശമൊക്കെ കാണുമ്പോൾ നമ്മൾ ഉണ്ടാവും ഇതന്നെ നമ്മളെ ഈ ഭൂമിയിലെ സ്വർഗ്ഗം എന്ന്. അതന്നല്ല കേട്ടോ, അതിനും വലിയ സ്വർഗ്ഗം അവിടെ ഉണ്ട്. അത് നിർത്തി എനിക്ക് ഉറുമ്പ് ഇങ്ങനെ കടിക്കുമ്പോഴേ മുകളിൽ ഇങ്ങനെ കടക്കുമ്പോൾ പടച്ചോനായിട്ടാണ് കാണുകയാണ് മുകളിൽ. കാരണം പടച്ചോനും ഞാൻ കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. കാരണം വേറെ ആരും ഇല്ലല്ലോ സംസാരിക്കണം. നമ്മളൊക്കെ ചിന്തിക്കണേ നമ്മൾ പടച്ചോനെ നാവുകൊണ്ട് ഇങ്ങനെ പലതും പറയുന്നത്. ആരെങ്കിലും വേദനിപ്പിച്ച് നിങ്ങൾക്ക് പൊരുത്തപ്പെടുക.